പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ തയ്യാറാണോ? ധൈര്യമുണ്ടോ? ചോദ്യം കോൺഗ്രസിനോടാണ് ഉന്നയിക്കുന്നത്. ബി ജെ പിയുടെ തമിഴ്നാട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖുശ്ബുവാണ്. ഖുശ്ബു നമുക്കറിയാം, പണ്ടവർ കോൺഗ്രസ്സിലായിരുന്നു, പിന്നീട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതാണ്. പക്ഷേ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? ഇതിന് ആരെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? അല്ല, എല്ലാ കാലത്തും ഇത്തരം നുണകളും വെല്ലുവിളികളുമായി രംഗത്തിറങ്ങാൻ മാത്രമേ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. ആരെങ്കിലും വെല്ലുവിളിക്കുകയാണെങ്കിൽ അത് മാളത്തിൽ ഒളിച്ചിരുന്ന് വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് മാറും. നാം വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് കണ്ടല്ലോ, അദ്ദേഹം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഒരു കോൺഗ്രസിൽ വ്യത്യസ്ത മുഖമായാണ് ജനങ്ങളും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ സാധാരണക്കാരും കരുതിയിരുന്നത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവിടെ സംഭവത്തോടു കൂടി തന്നെ മനസ്സിലായി ഇദ്ദേഹത്തിനും കോൺഗ്രസിന്റെ കൃത്യമായ DNA തന്നെ ലഭിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി. അദ്ദേഹം വന്നിട്ട് എന്തോല്ലാം വെല്ലുവിളിക്കുകയാണ്. എൻ്റെ കയ്യിൽ ബോംബുണ്ടെന്ന്. ലാസ്റ്റ് ബോംബ് പൊട്ടിയപ്പോൾ പരിക്കേറ്റത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കുമാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടാവുകയും അദ്ദേഹത്തെ DYFIക്കാർ വഴി തടഞ്ഞു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ഇപ്പോൾ ഏറ്റവും അവസാനം പ്രവർത്തകർക്കെതിരെ വധശ്രമ കേസ് എടുത്തിരിക്കുകയാണ്. എല്ലാത്തിനും തൂക്കി അകത്തിടുകയാണ്. അങ്ങനെ പാർട്ടി പൂർണ്ണമായി തന്നെ ഈ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. അവർക്ക് തെരുവിലിറങ്ങാൻ കഴിയുന്നില്ല. പിന്നീട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. എല്ലാ വീട്ടിലെത്തി സമ്പർക്കം ചെയ്യുകയാണ്. എങ്ങനെ പോകാൻ കഴിയും? ഈ പോകുമ്പോൾ തന്നെ അവര് യൂത്ത് കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ, കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ്, അദ്ദേഹത്തിന്റെ ചാറ്റുകളാണ്, അദ്ദേഹത്തിന്റെ ഗർഭകഥകളാണ്. ആ രീതിയിൽ ചുരുങ്ങുകയാണ് കോൺഗ്രസ്. ആ ഘട്ടത്തിലായിരുന്നല്ലോ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചിരുന്നത് രാഹുൽ രാജിവെക്കണമെന്നായിരുന്നു. കാരണം അതെ, MLA സ്ഥാനം രാജിവെക്കണമെന്ന് അത് രമേശ് ചെന്നിത്തലയും VD സതീശനും കേരളത്തിലെ മുഴുവൻ നേതാക്കളും തുറന്നു പറഞ്ഞു. അവസാന ഘട്ടത്തിൽ തുറന്നു പറയുകയാണ്, ഈ രാഹുലിന്റെ രാജി ഉടനെ ഉണ്ടാകുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹം, നാം സിനിമകളിൽ കാണും പോലെ ഇനി എന്തെങ്കിലും ഭീഷണി ഉണ്ടായോ എന്നറിയില്ല, ഭീഷണിപ്പെടുത്തി എന്നെ രാജിവെപ്പിച്ചാൽ തന്നെയല്ല കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഭീഷണി ഉണ്ടോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം രാജിവെച്ചിട്ടില്ല. രാജിവെക്കാത്തതിന് കാരണം പലരും ചൂണ്ടിക്കാണിക്കുന്നത്, ചിലപ്പോൾ പലരും രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് വിദഗ്ധരും പറയുന്നത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നതാണ്. പക്ഷെ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്, ചില നിയമോപദേശം കിട്ടുന്നത് 6 മാസം ആണ് ഒരു കാലാവധി. അപ്പോൾ 6 മാസത്തിന് മുൻപ് രാജി ഉണ്ടായാൽ തിരഞ്ഞെടുപ്പ് നടത്താമെന്നുണ്ട്. പണ്ട് ഈ 2024 ഇലക്ഷന് മുമ്പ് പല സംസ്ഥാനങ്ങളിലും ഇത്തരം രാജികളും മരണങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിൽ പിന്നെ എല്ലാ പാർട്ടികളും തീരുമാനിച്ച് അവരുടെ എല്ലാ ഐക്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് BJP എത്തില്ലെന്ന് ഈ കോൺഗ്രസിന് വലിയ രീതിയിൽ ഭയമുണ്ട്. അവർ വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് പിന്നെ പെട്ടി വിവാദം, അതോടൊപ്പം തന്നെ പല വിവാദങ്ങളിലൂടെയും SDPI പ്രവർത്തകരുടെ വലിയ പിന്തുണയോടുകൂടിയും ജയിച്ചെടുത്തൊരു സീറ്റാണല്ലോ പാലക്കാട് സീറ്റ്. അപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് നഷ്ടമാകുമോ എന്നൊരു ഭയമുണ്ട്. അങ്ങനെ നഷ്ടമാകുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായി BJP സ്വാഭാവികമായി തന്നെ മാറും. പാലക്കാട് നിന്നും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന് പാലക്കാട് BJP ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രതിപക്ഷ സ്ഥാനത്തിന് വലിയ ഭീഷണിയാണ് അത് എന്നുള്ളത് വ്യക്തമാണ്. അല്ല, അത് തന്നെയാണ് കോൺഗ്രസ് ഭയപ്പെട്ടത്. അങ്ങനെ BJPയെ പേടിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ രാജിയിൽ നിന്ന് പിന്മാറിയതെന്നാണ് പല നേതാക്കളും സൂചിപ്പിക്കുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് BJP ഇപ്പോൾ വെല്ലുവിളിക്കുകയാണ്. രാഹുൽ ധൈര്യമുണ്ടെങ്കിൽ ഇദ്ദേഹം പിണറായിയെ വിളിക്കും, വിജയോ അല്ലെ വിജയ, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ വിളിക്കും, സുരേന്ദ്രനെ വെല്ലുവിളിക്കും, നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കും. ഇപ്പോൾ പാലക്കാട്ടിലെ സാധാരണക്കാരായ BJP പ്രവർത്തകർ വെല്ലുവിളിക്കുകയാണ്, തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ താൻ മത്സരിക്കണോ എന്ന്. കാരണം രാഹുൽ മാങ്കൂട്ടം പിണറായിയെ മാത്രമേ വെല്ലുവിളിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് വെല്ലുവിളിക്കുമ്പോൾ തിരിച്ച് വെല്ലുവിളി കിട്ടുമ്പോൾ സ്വയം അതും ഏറ്റെടുക്കണമല്ലോ. അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല, ഇങ്ങോട്ടൊരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കുകയും കൂടി വേണം. അപ്പോഴാണ് നായകനാകുന്നത്. ഒരു യുദ്ധം നയിക്കുമ്പോൾ ഈ പടയാളികളെ മാത്രം പോരാട്ടത്തിന് അയച്ചിട്ട് കാര്യമില്ല, യുദ്ധത്തിനായി നായകനും രംഗത്തിറങ്ങണം. അങ്ങനെയെങ്കിൽ ഈ നായകൻ ഇപ്പോൾ അടൂരിൽ ഏതോ അടുക്കളയിൽ ഒളിച്ചിരിക്കുകയാണ്, പുറത്തിറങ്ങാതെ. എന്തായാലും BJPയുടെ വൈസ് പ്രസിഡന്റായ, തമിഴ്നാട്ടിലെ വൈസ് പ്രസിഡന്റായ ഖുശ്ബു ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ BJP വിജയിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ നാം കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ വെല്ലുവിളി ഒരു തമാശയായി നമുക്ക് കരുതാൻ കഴിയും.
പക്ഷെ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ വെറും 3000 വോട്ടിനാണ് തോറ്റത്. 2016 ഈ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും എല്ലാ കാലത്തും ഇപ്പോൾ BJP തുടർച്ചയായി അവിടെ 2ാം സ്ഥാനത്ത് വരികയാണ്. CPM-ന് വലിയ ഭരണം നേടാൻ കഴിഞ്ഞിട്ട് പോലും അവിടെ ഒരു 2ാം സ്ഥാനത്ത് പോലും വരാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് വലിയ അടിത്തറയുള്ള ഒരു പാർട്ടിയായി അവിടെ പാലക്കാട് BJP മാറുന്ന ഒരു സാഹചര്യമുണ്ട്. 2015-ലും 2020-ലെയും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ അവിടെ BJPക്ക് കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മുന്നേറ്റത്തിന്റെ കൂടി ഈ വിവാദം കൂടി ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായി അവിടെ BJPക്ക് ജയിക്കാം. അതിന്റെ സമീപമായ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം നമുക്ക് പരിശോധിച്ചാലേ അറിയാം. തൃശ്ശൂരായാലും പാലക്കാടായാലും ഇപ്പോൾ പാർട്ടി വലിയ ക്രമാതീതമായി വളരുകയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് ബഹുജന അടിത്തറ വർദ്ധിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കൂ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം BJP-യാണ് ജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. അതിന് സമീപം 25,000-ൽ നിന്ന് 35,000 ഏതാണ്ട് 34,000-ന് പുറത്തേക്ക് വോട്ടെത്തി. അതിന് സമീപമുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ആ ജില്ലയിൽ BJPക്ക് സ്വാഭാവികമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് പാർട്ടിയിൽ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ ഉയർത്തിവിട്ട വിവാദങ്ങൾ. ഇപ്പോൾ അവസാനം അദ്ദേഹം പൊട്ടിച്ച ബോംബും കൂടി ആയപ്പോൾ സന്ദീപ് വാര്യർ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പഴയ 2014 മുതൽ ആ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന കുടുംബപരമായ വിവാദത്തെ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ് അദ്ദേഹം. കാരണം പാർട്ടി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ചീള് കേസുകളുമായി അദ്ദേഹം രംഗത്ത് വരുന്നത്. ഇദ്ദേഹത്തെ ആരാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കാത്തത്. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗവും അതോടൊപ്പം തന്നെ വെല്ലുവിളിയെല്ലാം കേട്ട് കഴിഞ്ഞ് VD സതീശൻ തെറ്റിദ്ധരിച്ചതാണോ എന്നറിയില്ല. തെറ്റിദ്ധരിച്ചിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം തുടർച്ചയായി തന്നെ ഈ ഭീഷണിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങളിൽ വിടുന്നത്. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ അവർ മുന്നോട്ട് പോകും. ഇപ്പോൾ വീണ്ടും മറ്റൊരു വാർത്തയും വരുന്നുണ്ടല്ലോ. ഷാഫി പറമ്പിൽ ഇന്നലെ അവിടെ എത്തി വീണ്ടും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തോ സ്വഭാവ വൈകൃതമുള്ളതായി ഈ പല സ്ത്രീകൾ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വീണ്ടും ആ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ ആ സ്ത്രീകളെല്ലാം എന്തായാലും ഭയപ്പാടോടുകൂടിയായിരിക്കും അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. പിന്നീട് ഒരു ഉപകാരം കൂടിയുണ്ട്. MLA-യുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് 24 മണിക്കൂർ തിരക്കായിരിക്കും. അവിടെ ജനങ്ങൾ തങ്ങളുടെ ആവശ്യവുമായി രംഗത്തെത്തും. എന്തായാലും ഇനി അവിടുത്തെ സ്റ്റാഫിന് ജോലി കുറഞ്ഞായി. അവിടെ ആരെങ്കിലും വരണ്ടേ? അവിടെ ഓഫീസ് തുറന്നിട്ട് ഇപ്പോൾ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഓഫീസ് തുറന്ന ആഴ്ചകളായി തുറന്നിട്ടിട്ടുണ്ട്, പക്ഷെ ആള് വരുന്നില്ല. എങ്ങനെ ഭയപ്പെട്ട് ഇതിന്റെ അടുത്ത് ആള് വരും? ഇനി ഫോൺ നമ്പറിൽ ഏത് വഴിയാണ് മെസ്സേജ് വരുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. ആ പ്രതിസന്ധി ഈ പരാതികളിൽ എപ്പോഴും ഫോൺ നമ്പർ വെച്ചേക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ, എല്ലാവരും മൊബൈൽ നമ്പർ വെക്കും. ഈ മൊബൈൽ നമ്പർ വെച്ചാൽ ശല്യമാണ്. കാരണം രാത്രിയായാൽ മെസ്സേജുകളുടെ കുത്തൊഴുക്കായിരിക്കും. പക്ഷെ എന്തായാലും അദ്ദേഹം ഇപ്പോഴുള്ള നിലയിൽ എന്തായാലും ഇദ്ദേഹം പ്രത്യേക സ്ത്രീകൾക്ക് പരിഗണന നൽകിയിട്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇദ്ദേഹം പലപ്പോഴും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അനുകൂലമായി അവർക്ക് പ്രചോദനം നൽകുന്ന വാക്കുകളാണ് സംസാരിക്കുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് മനസ്സിലായത്, ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. എന്തായാലും ഖുഷ്ബുവിന്റെ വെല്ലുവിളി കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്ന് നാം പിന്നീട് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനുമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള പപ്പു കോൺഗ്രസിനുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.